33-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ തിരുവചനം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. 2 വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. അവിടുന്ന് നോക്കുന്നു, അവിടുന്ന് കാണുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണും. അക്കാലത്ത് യേശു കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. സുവിശേഷം പറയുന്നു, അക്കാലത്ത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നുവെന്ന് സങ്കീർത്തനം പറയുമ്പോൾ ധനികർ ദേവാലയത്തിൽ നേർച്ചയിടുന്നത് അവൻ കണ്ടു. ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. ഇത് നമുക്ക് തരുന്ന ആശ്വാസം ചെറുതല്ലാന്നേ. കർത്താവ് എന്നെ നോക്കണു, കർത്താവ് എന്നെ കാണുന്നു, ഞാൻ എന്തവസ്ഥയിലാണെങ്കിലും. ചിലരെ അത് ഭയപ്പെടുത്തും, ചിലരെ അത് ഉത്കണ്ഠാകുലരാക്കും, ചിലർക്കത് വല്ലാത്ത ആശ്വാസം നൽകും, വലിയ ബലം തരും. കാരണം കർത്താവ് എന്നെ നോക്കുന്നു, കർത്താവ് ഞാൻ ചെയ്യുന്നത് കാണുന്നു, എൻ്റെ പ്രയാസങ്ങൾ കാണുന്നു. അവൻ ആ ജനതയുടെ മേൽ അനുകമ്പ തോന്നിയിരുന്നു. അവരെ നോക്കിയപ്പോൾ അവരിങ്ങനെ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു എന്ന് കർത്താവിൻ്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഈശോ കാണുന്നുണ്ട്. ഗോഡ് സീസ്. കർത്താവ് എല്ലാം കാണുന്നു എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന് തരുന്ന ശക്തി ചെറുതല്ല. കാരണം മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല. നമ്മൾ ഈ ഉപമ വായിച്ചു പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുന്ന ഒറ്റ കാര്യമുള്ളൊരു വിധവ ചെന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വായിച്ചു പോകും. പക്ഷെ കർത്താവ് കണ്ടത് കാണണം. അത് ദരിദ്രയായിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് അവൻ അറിഞ്ഞു, അതൊരു വിധവയാണെന്നറിഞ്ഞു, അവളിട്ടത് 2 ചെമ്പുതുട്ടുകളാണെന്നറിഞ്ഞു. അവളുടെ സമൃദ്ധിയിൽ, അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളത് ഇട്ടു എന്ന് പറഞ്ഞു. ഉപജീവനത്തിനുള്ളതാണെന്നറിഞ്ഞു, അവൾക്കുള്ളത് മുഴുവനാണെന്നറിഞ്ഞു. കർത്താവ് നോക്കുമ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഇങ്ങനെ ചുഴിഞ്ഞിറങ്ങി നോക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവിടെ നിന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളും ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളും ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഞാൻ കടന്നു പോകുന്ന ഇടർച്ചകളും അവിടുന്ന് കാണുന്നുണ്ട്.